അനിയ, മുട്ടായി ഇതുവരെയും തീർന്നില്ലേ? ഇല്ല അപ്പുച്ചേട്ടാ. ഹോ, ഞാൻ മുട്ടായി ആദ്യമേ തിന്നണ്ടായിരുന്നു. കിട്ടുണ്ണി, നിന്റെ മുട്ടായിയുടെ പാതി എനിക്ക് തരാമോ? ഇല്ല, ഞാൻ തരില്ല. പകുതി മുട്ടായി എനിക്ക് തന്നാൽ ഞാൻ നിനക്ക് പഴുത്ത പേരയ്ക്ക പറിച്ചു തരാം. എവിടെ നിന്ന് പേരയ്ക്ക കൊണ്ടുതരും? ചേട്ടൻ കള്ളം പറയണതാ. മൂത്തവർ കള്ളം പറയരുത്. ഞാൻ നുണ പറഞ്ഞതല്ല കിട്ടു, സത്യമാ പറഞ്ഞത്. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. ശരി, എന്നാൽ എൻ്റെ കൂടെ വാ. ആ ദേ കിട്ടു, നോക്കിയേ, നിറയെ പേരയ്ക്ക. ഹായ് ഹായ് അയ്യാ, എന്തുമാത്രം പേരയ്ക്ക! ഇത് മൊത്തം നമുക്ക് പറിക്കാം ചേട്ടാ. അതിനെന്താ, നിനക്ക് വേണ്ട അത്രയും നമുക്ക് പറിക്കാം. മുട്ടായി പകുതി താ. ദേ നോക്ക് കിട്ടു, ഒരു തത്ത. പേരമരത്തിലൊരു തത്ത. ശരിയാണല്ലോ, എന്ത് ഭംഗിയുള്ള തത്ത. ഹായ് ഹായ്, നമുക്കതിനെ പിടിക്കാൻ പൂച്ചേട്ടാ. നോക്ക് കിട്ടു, തത്തമ്മ തെങ്ങിന്റെ പൊത്തിൽ കയറി. എനിക്കതിനെ വേണം. നമുക്ക് തെങ്ങ് കയറുന്ന കണാരൻ മാമനെ വിളിച്ചോണ്ട് വരാം, വാ. എന്താ മക്കളെ? അത് ഞങ്ങൾക്കൊരു തത്തയെ പിടിച്ചു തരാമോ? തത്തയോ? അയ്യോ, ഞാനിപ്പോ എവിടെ നിന്ന് തത്തയെ പിടിച്ച് തരാനാ മക്കളെ? തത്ത ഒരിടത്തുണ്ട്, ഞങ്ങളുടെ കൂടെ വന്നാ മതി. വരാം. എവിടെ വരേണ്ടത്? കിട്ടുണ്ണിയും അപ്പുണ്ണിയും കൂടി കണാരമ്മാമനെയും കൊണ്ട് പേരമരത്തിന്റെ അടുത്തേക്ക് നടന്നു. കിട്ടുണ്ണി തൊട്ടടുത്തുള്ള മണ്ടയില്ലാത്ത തെങ്ങിനെ ചൂണ്ടി പറഞ്ഞു, ആ തെങ്ങിലാ തത്ത ഉള്ളത്. ഇതാ നിങ്ങളുടെ തത്ത. തത്തയെ ഇടാൻ കൂടുണ്ടോ? ഉണ്ട്, കൂടുണ്ട്. പൂച്ചയെ ഇട്ടിരുന്ന കൂടുണ്ട്. തത്തയെ കിട്ടിയേ, തത്തയെ കിട്ടിയേ, പച്ച നിറമുള്ള തത്തയെ കിട്ടിയേ. തത്തയെ കിട്ടിയേ, തത്തയെ കിട്ടിയേ, പച്ച നിറമുള്ള തത്തയെ കിട്ടിയേ. പാലും കൊടുക്കും ഞാൻ, പഴവും കൊടുക്കും ഞാൻ. തത്തയെ കിട്ടിയേ, തത്തയെ കിട്ടിയേ, പച്ച നിറമുള്ള തത്തയെ കിട്ടിയേ. നോക്ക് തത്തപ്പനെ, നിനക്ക് എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. നോക്ക് ചേട്ടാ, തത്ത വലിയ സന്തോഷത്തിലാ. കൂടെ ഒത്തിരി ഇഷ്ടമായി കാണും. അതെ അതെ, തത്തമ്മ വലിയ സന്തോഷത്തിലാണ്. ഒരു കുറുമ്പി പൂച്ച ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പുണ്ണിയും കിട്ടുണ്ണിയും അവിടുന്ന് പോയ തക്കം നോക്കി കുറുമ്പി പൂച്ച അവിടേക്ക് എത്തി. പൂച്ചയെ കണ്ട തത്ത ഭയന്നു. പേടിക്കണ്ട പേടിക്കണ്ട, എന്റെ കൂട്ടിൽ ആരായിരിക്കുന്നെന്ന് അറിയാനായി വന്നതാ. ചങ്ങാതി, എന്നെ ഒന്ന് സഹായിക്കാമോ? ഞാനെന്ത് സഹായിക്കാൻ? എന്നെ ഒന്ന് പുറത്തിറക്കാമോ? നിനക്കങ്ങ് ഇറങ്ങിയേ പോരെ, ഞാൻ തനിച്ചാണല്ലോ ഇറങ്ങുന്നത്. അയ്യോ ചങ്ങാതി, എന്നെ ആ കുട്ടികൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. എനിക്ക് ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ഓ അതെയോ, കഷ്ടമായി പോയി. പാവം, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് പൂട്ട് തുറക്കാൻ അറിയില്ല. നോക്ക് കൂട്ടുകാരാ, ഞാൻ ഉയരങ്ങളിൽ പറക്കാൻ കൊതിച്ചവളാണ്. പുഞ്ചപ്പാടത്തെ കതിര് കൊതിയോടെ കഴിച്ചതും അടുത്ത പേരയ്ക്ക തിന്നും സ്വന്തമായി കൂട് വെച്ചും ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു പാവമാണ്. ഇനി ഞാൻ എങ്ങനെ ചിറക് വിടർത്തി പറക്കും? ഇനി ഞാൻ എങ്ങനെ ലോകം കാണും? ഇനി ഞാൻ ശരി,
വേണേൽ ഞാനൊരു സൂത്രം പറഞ്ഞു തരാം. നീ നന്നായി ഒന്ന് അഭിനയിക്കണം. പിന്നെ 2 ദിവസം പട്ടിണിയും കിടക്കണം. പറ്റോ? പറ്റും. പുറത്തു പോകാൻ പറ്റുമെങ്കിൽ എന്ത് വേണേലും ഞാൻ ചെയ്യാം. ഇപ്പോൾ മുതൽ നീ ഒന്നും കഴിക്കരുത്, ശബ്ദിക്കുകയും ചെയ്യരുത്. അത്രയും പറഞ്ഞ് കുറുമ്പിപ്പൂച്ച അവിടെ നിന്ന് പോയി. അടുത്ത ദിവസം രാവിലെ അപ്പുണ്ണിയും കിട്ടുണ്ണിയും കൂട്ടിൽ വന്ന് നോക്കുമ്പോൾ തത്ത ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ഇരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം കൊടുത്ത പഴവും കഴിച്ചിട്ടില്ല. ഇതെന്ത് പറ്റി? നിനക്ക് വിശപ്പില്ലേ? അതോ ഈ ആഹാരം ഇഷ്ടപ്പെട്ടില്ലേ? ശരി, വേറെ തരാം. അപ്പുച്ചേട്ടാ, തത്തമ്മ ഒന്നും തിന്നണില്ലേ? ഇല്ല കിട്ടു, അതിന് വയ്യായിരിക്കും. ചേട്ടാ, കൂട് തുറക്ക്. അയ്യോ കിട്ടു, നമ്മുടെ തത്ത. ആകാശത്തേക്ക് പറന്നുയർന്ന തത്തയെ കണ്ട് അപ്പുണ്ണിയും കിട്ടുണ്ണിയും ഞെട്ടി. കിട്ടുണ്ണി കരയാൻ തുടങ്ങി. അപ്പുണ്ണി കിട്ടുണ്ണിയെ ആശ്വസിപ്പിച്ചു. അയ്യോ, നമ്മൾ തത്ത പറന്നുപോയി. അയ്യോ, അത് പൊയ്ക്കോട്ടെ കിട്ടു. അതിന് പുറത്ത് ജീവിക്കാനായിരിക്കും ഇഷ്ടം. അത് പൊയ്ക്കോട്ടെ. ആഹാ, ഇന്ന് രാവിലെ തന്നെ 3 പേരും കൂടി മുറ്റത്ത് കളി തുടങ്ങിയല്ലോ. ദാ ആ കാണുന്നതിൽ വലിയ കുട്ടിയാണ് മിന്നു. ചെറിയ കുട്ടിയുടെ പേര് പൊന്നു. അവരുടെ കൂടെ പറന്ന് കളിക്കുന്നത് ആരാണെന്ന് അറിയാമോ? അതാണ് കുഞ്ഞിത്തത്തമ്മ. രാവിലെ മിന്നുവിന്റെ അച്ഛനും അമ്മയും കുറച്ച് ദൂരെയുള്ള കൃഷിസ്ഥലത്തേക്ക് പോയി കഴിഞ്ഞ മിന്നുവും പൊന്നുവും അവരുടെ കുഞ്ഞിത്തത്തമ്മയും മുത്തശ്ശിയുടെ സംരക്ഷണയിലാണ്. തത്തമ്മേ, പൂച്ച പൂച്ച. തത്തമ്മേ, പൂച്ച പൂച്ച. പൊന്നുവേ, മിന്നു, കളിച്ചത് മതി. വാ, ആഹാരം കഴിക്കാം. ഇപ്പൊ വരാം മുത്തശ്ശി. ഈ കുഞ്ഞിത്തത്തമ്മയ്ക്ക് വിശപ്പൊന്നുമില്ലേ? ഇപ്പൊ പയറുമണികൾ കഴിച്ചതേ ഉള്ളൂ മുത്തശ്ശി. കുഞ്ഞിത്തത്തമ്മ ആ മരക്കൊമ്പിലിരുന്ന് നോക്കുമ്പോ ദൂരെ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന ചെമ്പൻ പരുന്തിനെ കണ്ടു. ആകാശത്തിലൂടെ ഉയർന്നു പറന്ന ചെമ്പൻ പരുന്ത് ഇങ്ങ് താഴെയുള്ള മരക്കൊമ്പിലേക്ക് പറന്നിറങ്ങുന്നത് കുഞ്ഞിത്തത്തമ്മ അസൂയയോടെ നോക്കിയിരുന്നു. ചെമ്പാ, ഞാനും പക്ഷി, നീയും പക്ഷി. നിനക്ക് മേഘങ്ങൾക്ക് മുകളിലൂടെ പറക്കാം, മലകൾക്ക് മുകളിൽ കൂടുകൂട്ടാം. പക്ഷെ എനിക്ക് അത്ര ഉയരത്തിൽ പറക്കാനാവുന്നില്ലല്ലോ. എന്റെ കുഞ്ഞിത്തത്തെ, എല്ലാവർക്കും ദൈവം കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മളത് മനസ്സിലാക്കണമെന്ന് മാത്രം. ചെമ്പൻ അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചെങ്കിലും നമ്മുടെ കുഞ്ഞിത്തത്തമ്മയ്ക്ക് ഒട്ടും സന്തോഷമായില്ല. അയ്യോ അയ്യോ മുത്തശ്ശി, മുത്തശ്ശി, മുത്തശ്ശിക്ക് എന്ത് പറ്റി? അയ്യോ അയ്യോ, എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ടല്ലോ. എന്തിനാ മിന്നും പൊന്നും കരയുന്നത്? ഒന്ന് അകത്തേക്ക് പോയി നോക്കാം.
അയ്യോ, മുത്തശ്ശി വീണ് കിടക്കുന്നല്ലോ. അയ്യോ അയ്യോ മുത്തശ്ശി മുത്തശ്ശി മുത്തശ്ശിക്ക് എന്ത് പറ്റി? അയ്യോ മുത്തശ്ശി 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 വിളി കേൾക്കുന്നില്ലല്ലോ. കൃഷിയിടത്തിൽ പോയി അച്ഛനെയും അമ്മയെയും വിവരം അറിയിക്കുന്നതാണ് നല്ലത്. ദേ, നമ്മുടെ കുഞ്ഞിത്തത്തയല്ലേ വരുന്നത്? മുത്തശ്ശി 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 എന്നാണല്ലോ പറയുന്നത്. ഇനി വീട്ടിലെന്തെങ്കിലും സംഭവിച്ചു കാണുമോ? നമുക്കൊന്ന് വേഗം പോയി നോക്കാം. ശരിയാ, വേഗം പോകാം. നിങ്ങൾ പെട്ടെന്ന് വന്ന് എനിക്ക് മരുന്ന് തന്നത് നന്നായി. അല്ലെങ്കിൽ ഒരു പക്ഷേ എന്റെ ജീവൻ തന്നെ പോയേനെ. എനിക്ക് വയ്യാതായി എന്ന് നിങ്ങൾ എങ്ങനെയാ അറിഞ്ഞത്? എല്ലാം നമ്മുടെ കുഞ്ഞിത്തത്തയുടെ ബുദ്ധിയാണ്. മുത്തശ്ശിക്ക് വയ്യാത്ത കാര്യം അവൾ ഞങ്ങളെ ജോലി സ്ഥലത്ത് വന്ന് അറിയിച്ചു. അങ്ങനെ നമ്മുടെ കുഞ്ഞിത്തത്തയെ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടമായി. ഇതെല്ലാം അറിഞ്ഞ ചെമ്പൻ പരുന്ത് തത്തമ്മയോട് പറഞ്ഞു, കുഞ്ഞിത്തത്തേ, ഇതാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും എല്ലാം ദൈവം പലതരത്തിലുള്ള കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ഉയരത്തിൽ പറക്കാൻ എനിക്ക് സാധിക്കും. എന്നാൽ മനുഷ്യർ പറയുന്ന വാക്കുകൾ പഠിച്ചു പറയാൻ നിങ്ങൾ തത്തകൾക്ക് മാത്രമേ സാധിക്കൂ. നിന്റെ ആ കഴിവ് തന്നെയാണ് ഇന്ന് മുത്തശ്ശിക്കും രക്ഷയായത്. നമ്മുടെ കഴിവുകൾ മനസ്സിലാക്കുകയും അത് അവസരോചിതമായി ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഉയരങ്ങളിൽ എത്തുന്നത്. ചെമ്പ, ഇതെല്ലാം മനസ്സിലാക്കി എനിക്ക് പറഞ്ഞു തരുന്ന നീയും എത്ര നല്ലവൻ. പഞ്ചവൻ കാട്ടിലെ സുന്ദരി പഞ്ചവർണ്ണ കിളിപ്പെണ്ണ്, പാടത്തെ നെന്മണി കൊത്തി പറക്കുന്ന തത്തമ്മ പെണ്ണ്. പഞ്ചവൻ കാട്ടിലെ സുന്ദരി പഞ്ചവർണ്ണ കിളിപ്പെണ്ണ്, പാടത്തെ നെന്മണി കൊത്തി പറക്കുന്ന തത്തമ്മ പെണ്ണ്. പച്ചയുടുപ്പിട്ട പെണ്ണ്, ചുണ്ടിൽ ചെമ്പട്ട് ചോപ്പുള്ള പെണ്ണ്, ചേലുള്ള വാലുള്ള പെണ്ണ്, വർണ്ണ പൈങ്കിളി തത്തമ്മ പെണ്ണ്. പഞ്ചവൻ കാട്ടിലെ സുന്ദരി പഞ്ചവർണ്ണ കിളിപ്പെണ്ണ്, പാടത്തെ നെന്മണി കൊത്തി പറക്കുന്ന തത്തമ്മ പെണ്ണ്. ഈണത്തിൽ ചുളമടിച്ച് പാട്ടുകൾ പാടുന്ന പെണ്ണ്, ചീട്ടുകൾ കൊത്തി വലിച്ചിട്ട് ജാതകം കാട്ടുന്ന പെണ്ണ്. ഈണത്തിൽ ചുളമടിച്ചിട്ട് പാട്ടുകൾ പാടുന്ന പെണ്ണ്, ചീട്ടുകൾ കൊത്തി വലിച്ചിട്ട് ജാതകം കാട്ടുന്ന പെണ്ണ്. പഞ്ചവൻ കാട്ടിലെ സുന്ദരി പഞ്ചവർണ്ണ കിളിപ്പെണ്ണ്, പാടത്തെ നെന്മണി കൊത്തി പറക്കുന്ന തത്തമ്മ പെണ്ണ്.
മരിവില്ലഴകുള്ള മനോഹരി പൈങ്കിളിപ്പെണ്ണ്, മനുഷ്യന്റെ ഭാഷയിൽ തത്തമ്മ പൂച്ച പറയുന്ന പെണ്ണ്. മരിവില്ലഴകുള്ള മനോഹരി പൈങ്കിളിപ്പെണ്ണ്, മനുഷ്യന്റെ ഭാഷയിൽ തത്തമ്മ പൂച്ച പറയുന്ന പെണ്ണ്. പഞ്ചവൻ കാട്ടിലെ സുന്ദരി പഞ്ചവർണ്ണ കിളിപ്പെണ്ണ്, പാടത്തെ നെന്മണി കൊത്തി പറക്കുന്ന തത്തമ്മ പെണ്ണ്. പഞ്ചവൻ കാട്ടിലെ സുന്ദരി പഞ്ചവർണ്ണ കിളിപ്പെണ്ണ്, പാടത്തെ നെന്മണി കൊത്തി പറക്കുന്ന തത്തമ്മ പെണ്ണ്. പച്ചയുടുപ്പിട്ട പെണ്ണ്, ചുണ്ടിൽ ചെമ്പട്ട് ചോപ്പുള്ള പെണ്ണ്, ചേലുള്ള വാലുള്ള പെണ്ണ്, വർണ്ണ പൈങ്കിളി തത്തമ്മ പെണ്ണ്. പഞ്ചവൻ കാട്ടിലെ സുന്ദരി പഞ്ചവർണ്ണ കിളിപ്പെണ്ണ്, പാടത്തെ നെന്മണി കൊത്തി പറക്കുന്ന തത്തമ്മ പെണ്ണ്. ഒരിക്കൽ പുഴവക്കത്തെ ഒരു തേന്മാവിൻ കൊമ്പിൽ കൂട്ടുകാരായ തത്തമ്മയും അണ്ണാറക്കണ്ണനും ഇരിക്കുകയായിരുന്നു. തത്തപ്പെണ്ണെ, നീ ഇന്ന് നെന്മണി പാടത്ത് നെല്ല് തിന്നാൻ പോയില്ലേ? അവിടേക്ക് തന്നെയാണ് പോകുന്നത് ചങ്ങാതി. അവിടത്തെ വാഴത്തോട്ടത്തിൽ നല്ല തേനുള്ള വാഴക്കൂമ്പുകളുണ്ട്. അത് നിന്നോട് പറയാനായി വന്നതാണ്. അതെയോ? എന്നാൽ ഇന്ന് നിന്നോടൊപ്പം ഞാനും വരാം. അപ്പോഴാണ് അവർ ആ കാഴ്ച കണ്ടത്. താഴെ പുഴയിലൂടെ ഒരു ഉറുമ്പ് ഒഴുകി വരുന്നു. എങ്ങനെയോ കാൽ തട്ടി വീണ ഉറുമ്പ് വെള്ളത്തിൽ മുങ്ങി താഴുന്നത് കണ്ട തത്തമ്മ വേഗം മരക്കൊമ്പിൽ നിന്ന് പറന്ന് ഉറുമ്പിന്റെ അടുത്തെത്തി. മുങ്ങി താഴ്ന്ന ഉറുമ്പിനെ കണ്ട തത്തമ്മയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി. തത്തമ്മ പെട്ടെന്ന് കരയിലേക്ക് പറന്ന് ഒരു പച്ചില മുറിച്ചെടുത്ത് വെള്ളത്തിലിട്ടു. വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഇലയിൽ പിടിച്ചു കയറി ഉറുമ്പ് സുരക്ഷിതനായി. അവശനായ പാവം ഉറുമ്പിനെ ആ തത്തമ്മ ഇലയോടെ കൊത്തിയെടുത്ത് കരയിലേക്ക് കയറ്റി. തത്തപ്പെണ്ണെ, നീ തക്ക സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ പുഴയിൽ മുങ്ങി മരിച്ചു പോയേനെ. ആ സമയത്ത് നിന്നെ കാണാൻ സാധിച്ചത് എന്റെ ഭാഗ്യമാണ്. നിന്റെ ഭാഗ്യമോ? അതെ, അതുകൊണ്ടാണല്ലോ എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിഞ്ഞത്. ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യം തന്നെയാണ്. കുഞ്ഞുറുമ്പേ, നീ എങ്ങനെയാണ് ഈ പുഴയിൽപ്പെട്ടത്? ഞാൻ അക്കരെയുള്ളൊരു മരത്തിൽ തേനെടുക്കാൻ കയറിയതാണ്. അപ്പോൾ എൻ്റെ കാൽ വഴുതി പുഴയിലേക്ക് വീണു. ശ്രദ്ധയില്ലാതെ മരത്തിൽ കയറി നടന്നാൽ ഇങ്ങനെ ഇരിക്കും. എന്തായാലും തക്ക സമയത്ത് തത്തപ്പെണ്ണ് നിന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ നീ ഒഴുകി കടലിൽ പോയേനെ. തത്തപ്പെണ്ണെ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇതിന് ഞാൻ എന്തെങ്കിലും നിനക്ക് പ്രത്യുപകാരം ചെയ്യും. പ്രത്യുപകാരം ചെയ്യുന്നു? നീയോ? തിരിപ്പോന്നേ കുഞ്ഞുറുമ്പ്. ആകാശത്തു കൂടി പറക്കാൻ പോലും കഴിവുള്ള തത്തപ്പൻ എന്നെ തിരിച്ചു സഹായിക്കുമെന്നു വെറുതെ തമാശ പറയല്ലേ കുഞ്ഞുറുമ്പേ. എന്നാറക്കണ്ണ, ഇങ്ങനെ ആരെയും പരിഹസിക്കരുത്. കുഞ്ഞുറുമ്പേ, ഇന്നു മുതൽ നമ്മൾ നല്ല ചങ്ങാതിമാരായിരിക്കും. ഇത്രയും പറഞ്ഞ് തത്തമ്മ പറന്നുയർന്നു. അണ്ണാറക്കണ്ണൻ അടുത്ത മരക്കൊമ്പിലേക്ക് ചാടിപ്പോയി. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവിടേക്ക് ഒരു വേടൻ കടന്നു വന്നു. ഇരയെ തേടി വന്ന വേടൻ അവിടെ എല്ലാം പരതി നടന്നു. അപ്പോഴാണ് മരക്കൊമ്പിലിരിക്കുന്ന തത്തമ്മ വേടന്റെ കണ്ണിൽപ്പെട്ടത്. ആ സമയം അതുവഴി ധാന്യവും ശേഖരിച്ചു വന്ന കുഞ്ഞനുറുമ്പിന് എന്തോ അപകടം സംഭവിക്കാൻ പോവുകയാണെന്ന് മനസ്സിലായി. ഈ വേടൻ പാവം തത്തപ്പനെയാണല്ലോ ലക്ഷ്യമിക്കുന്നത്. എങ്ങനെയും അതിനെ രക്ഷിക്കാൻ ഒരു ഉപായം കണ്ടെത്തണം. ഉറുമ്പ് വേഗം വേടന്റെ കാൽ ചുവട്ടിലെത്തി അവന്റെ കാലിൽ ആഞ്ഞു കടിച്ചു. എന്തായാലും
തത്തപ്പെണ്ണിനെ രക്ഷിക്കാനായി. കുഞ്ഞിനോട് മുമ്പേ നീ എന്നോട് ക്ഷമിക്കണം. അന്ന് നിന്നെ ഞാൻ പരിഹസിച്ചതിൽ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. അത് സാരമില്ല ചങ്ങാതി. ഭൂമിയിലെ ഓരോ ജീവജാലങ്ങൾക്കും അതിൻ്റെതായ ധർമ്മങ്ങളുണ്ട്. അതിൽ വലുതെന്നോ ചെറുതെന്നോ ഇല്ല. വീട്ടിലുണ്ടൊരു തൊട്ടാവാടി തത്തമ്മ, പാട്ടുപാടി പാല് കുടിക്കും തത്തമ്മ. തത്തമ്മയ്ക്കൊരു പച്ചയുടുപ്പ് തുന്നി എന്നമ്മ, കൊത്തിമുറത്തിൽ കേറി കൊത്തി തത്തമ്മ. വീട്ടിലുണ്ടൊരു തൊട്ടാവാടി തത്തമ്മ, പാട്ടുപാടി പാല് കുടിക്കും തത്തമ്മ. ചിരകൊതുക്കി കൊത്തി തിന്നേ തത്തമ്മ.